നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. അങ്കമാലി പട്ടണത്തിലെ എറണാകുളം വിമത വൈദികരുടെ സമര കോലാഹലം പൊട്ടിപ്പാളീസായി. ഇന്ന് വൈകുന്നേരം അവസാനിപ്പിക്കാൻ പ്ലാനിട്ടിരുന്ന സമരം നാണം കെട്ട് ഉച്ചയ്ക്ക് തന്നെ അവസാനിപ്പിച്ചു. അവർ കെട്ടും കിടക്കയുമായി 21 വൈദികർ എറണാകുളം ബ്രോഡ്വേയിലുള്ള അരമനയിലേക്ക് അവിടെ സമരം നടത്താൻ വേണ്ടി പോയി. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പോലീസ് സംരക്ഷണമെല്ലാം പിൻവലിച്ച് കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇവർ അകത്ത് കയറി. 21 വൈദികർ അകത്ത് കയറി. പിന്നീട് പോലീസിനെയൊക്കെ അറിയിച്ച് പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൂരിയിലെ ബഹുമാന്യരായ വൈദികർ ബുദ്ധിപൂർവ്വം അരമനയുടെ ഗേറ്റും മറ്റ് കവാടങ്ങളും ഭക്ഷണശാലയും എല്ലാം അടച്ചു. ഇപ്പോൾ വിമത വൈദികർ വിലപിക്കുന്നത് ഞങ്ങളെ ബന്ദികളാക്കിയിരിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ അരമനയിൽ നിരാഹാരം നടക്കാൻ ചെന്ന അവർ ശരിക്കും നിരാഹാരം നടത്താനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. അങ്കമാലിയിലെ നിരാഹാരം രാത്രിയിലൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നടന്നിരുന്നെങ്കിൽ ഇവിടെ ഏതായാലും പഴയതുപോലെയല്ല. ഭക്ഷണശാലയൊക്കെ കാലിയാണ്. അങ്ങനെ പച്ചവെള്ളം പോലും കുടിക്കാതെയുള്ള നിരാഹാര സമരം ഒന്നുകിൽ അവർക്ക് നടത്താം, അതല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്നും യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകാം. അങ്ങനെയും പോയില്ലെങ്കിൽ പോലീസിന് ഉള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ഈ 21 വൈദികരെയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാം. പണ്ടങ്ങ് കാക്കനാട് മൗണ്ടില് മുണ്ടാടനും തളിയനും ഒക്കെ അങ്ങനെ ചെന്ന് ബഹളം വെച്ചപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ജാമ്യം എടുത്തു പോയത് ഓർമ്മയുണ്ടല്ലോ. അതിവിടെ ആവർത്തിക്കാം. ഏതായാലും പോലീസ് വന്നതുകൊണ്ട് ഇനി സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾ അകത്ത് കയറി ഇവരെ കൈകാര്യം ചെയ്യുക എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങ് സെന്റ് മേരീസ് ബസിലിക്കയിൽ സംഭവിച്ചതുപോലെ ഈ 21 വൈദികരെയും കൈകാര്യം ചെയ്യാനുള്ള ശേഷി എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിലുള്ള വിശ്വാസികൾക്കുണ്ട്. ഞാൻ മാനോടല്ലേ ചോദിച്ചോണ്ടിരുന്നത്? അനാവശ്യമായിട്ട് വരുന്ന സംസാരിക്കാണല്ലോ ചോദിച്ചത്. അച്ഛൻ പറഞ്ഞല്ലേ ഞാൻ കേട്ടോണ്ടിരുന്നത്. ഞാൻ വന്നിരുന്ന് കേട്ടോ. അത്ര നേരം ഞാൻ പണി എന്റെ പണി നോക്കാൻ ഒച്ചയുണ്ടാക്കി പേടിപ്പിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല. സാറ് ഒച്ചയുണ്ടാക്കി പേടിപ്പിച്ചുള്ള കാര്യമൊന്നുമില്ല. സാറിന്റെ ഒച്ചയുണ്ടാക്കി നിങ്ങളാരാന്ന് ഞങ്ങളുടെ വീട്ടിലത് ഞങ്ങളുടെ വീടല്ലേ? ആധാർ കാർഡ് നോക്കൂ സാറേ. പിന്നെന്താ കുഴപ്പം? സാറിന്റെ പ്രശ്നമില്ലല്ലോ. ഇവിടെ വന്ന ആൾക്കാർ ദേഷ്യപ്പെടാനാണ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിശബ്ദരാകുന്നതിനാ. ഇവർ പറയുന്നത് കൂരിയ ക്രിമിനൽ കൂരിയ, സത്യവും നീതിയും അധാർമികരാണ് ഇവിടെ എന്ന്. ഇവരൊക്കെ സത്യത്തിന് നീതിക്ക് വേണ്ടി നിൽക്കുന്നവര്. എന്തൊരു ഇത് കേൾക്കുമ്പോൾ ചിരിക്കാനാണ് തോന്നുന്നത്. എറണാകുളം അതിരൂപതയിലെ ഏറ്റവും അഴിമതിക്കാരും പ്രശ്നക്കാരും കള്ളന്മാരുമായ വൈദികരാണ് ഈ കൂരിയയിലെ വൈദികർക്കെതിരെ ക്രിമിനൽ കൂരിയ എന്നൊക്കെ പറയുന്ന ഈ വേശികളുടെ ചാരിത്ര്യ പ്രസംഗം എന്ന് പറയുന്നില്ലേ, അതാണ് ഈ എറണാകുളത്തെ വിമത വൈദികരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തോന്നുക. മുണ്ടാടൻ മുതലായ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്: സത്യവും നീതിയും. മറ്റുള്ളവരൊക്കെ അധാർമികൾ, അവർ മാത്രം ധാർമ്മികർ. എത്രയോ പള്ളികളിലെ ലക്ഷക്കണക്കിന് രൂപയുടെ അക്കൗണ്ടും സ്വർണവും ഈ വിമത വൈദികർ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നതിന്റെ കണക്കുകളും വിവരങ്ങളും ഒക്കെ ഇപ്പൊ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അധാർമികളായ ആളുകൾ ഈ കൂരിയെ മാറ്റണമെന്ന് പറയുന്നത് നിരവധി പള്ളികളിലെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കൂരിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ വൈദികർക്കൊക്കെ നടപടികൾ വരും. അങ്ങനെ എറണാകുളം അരമനയിൽ എനിക്ക് പറയാനുള്ളത്, ഇവരെ പുറത്തൊന്നും വിടണ്ട, അവർ പ്രാർത്ഥിക്കട്ടെ. നിരാഹാരം അതിന്റെ
ശരിയായ അർത്ഥത്തിൽ തന്നെ ഒരു കാപഢ്യമില്ലാതെ അവർ നിരാഹാരം കിടക്കട്ടെ, പച്ചവെള്ളം പോലും അവർക്ക് കൊടുക്കേണ്ടതില്ല. അങ്ങനെ എറണാകുളം വിമതർ നിരാഹാരം നടത്തി. അപ്പോഴാണ് ദൈവം നിങ്ങളോട് പ്രസാദിക്കും. അപ്പോ നിങ്ങൾക്ക് സത്യവും നീതിയും നടപ്പായി കിട്ടും. ഏതായാലും എറണാകുളം വിമതർക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ അങ്കമാലി സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ അങ്കമാലിയിൽ വിമതന്മാരുടെ പരിപ്പ് വേകുകയില്ല എന്ന് മനസ്സിലായി. ആ നിരാഹാര പന്തലിൽ അവർ നാണം കെട്ടു. ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഒരു MLA മന്ത്രി ജോസ് തെറ്റയിൽ ചെന്നു. അതിനുശേഷം ഇന്ന് റോജി ജോൺ MLA അവരെ സന്ദർശിച്ചു. ഞാൻ അറിഞ്ഞത് റോജി ജോൺ MLA അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ചെന്നതല്ല. അവർ അവരുടെ മുഖത്ത് നോക്കി, അദ്ദേഹം അവരുടെ മുഖത്ത് നോക്കി അവരോട് കയ്പുള്ള ചില സത്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ സഭയെ ഇങ്ങനെ തെരുവിൽ നാണം കെടുത്തരുത്, ഇങ്ങനെ ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക, നിങ്ങൾ ഇവിടെ ഈ നിരാഹാരം നടത്തി നിർത്തി ഇവിടെ നിന്ന് പോകുക, അങ്കമാലിയുടെ മണ്ണിൽ ക്രിസ്തുവിനെ അവഹേളിക്കരുതെന്ന് അങ്കമാലിയുടെ പരിപക്വമതിയായ MLA ശ്രീ റോജി എം ജോൺ അവരോട് ആവശ്യപ്പെട്ടു. ഏതായാലും റോജി എം ജോണിന്റെ വാക്കുകൾ അവരനുസരിച്ചുകൊണ്ട് വൈകിട്ട് സമാപന സമ്മേളനത്തോടുകൂടി നടത്തേണ്ടിയിരുന്ന സത്യാഗ്രഹം ഉച്ചയ്ക്ക് തന്നെ അവസാനിപ്പിച്ച് അവർ എറണാകുളത്തേക്ക് ബാഗുകളുമായി കടന്നുപോയി. ഞാന് ഏതായാലും റോജി എം ജോണിന് ഈ കാര്യത്തിൽ അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്. ആളുകളെ മുഖം നോക്കി ആളുകളെ വെറുതെ സുഖിപ്പിക്കുന്ന ഒരാളല്ല റോജി എം ജോൺ. അദ്ദേഹം സത്യസന്ധമായി പ്രതികരിക്കുകയും മുഖത്ത് നോക്കി ചിലപ്പോഴൊക്കെ ദഹിക്കാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യും. ധാർമ്മികതയുടെ കരുത്താണ് റോജി എം ജോണിന്റെ കരുത്ത്. അത് അങ്കമാലിക്കാർക്കറിയാം. അങ്കമാലിയിലെ വിശ്വാസികൾ അല്ലയോ വിമതരെ നിങ്ങളെ പുറന്തള്ളിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അങ്കമാലിയിലെ ആ പരാജയപ്പെട്ട നിരാഹാര സമരം എന്ന് മനസ്സിലാക്കി. ഇനി നിങ്ങൾ ഒരു 2-3 ദിവസം അരമനയ്ക്കകത്ത് നിരാഹാരം നടത്തി മതിയായി പുറത്തു പോയിക്കോളൂ. നന്ദി, നമസ്കാരം.